യേശുവിൻ്റെ ഉപമയിലെ ബുദ്ധിഹീനരായ കന്യകമാർ അറിവില്ലാത്തവരല്ലായിരുന്നു, മറിച്ച് അവർക്ക് ഒരുക്കമില്ലായിരുന്നു. മണവാളൻ വരുന്നുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ ദൈവവുമായുള്ള അടുത്ത ബന്ധമാകുന്ന എണ്ണ കരുതിവെക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. മണവാളൻ സ്വീകരിച്ച കന്യകമാരുടെ അറിവല്ല അവരെ രക്ഷിച്ചത്, മറിച്ച് അവരുടെ ഒരുക്കമായിരുന്നു. ഇന്ന് രഹസ്യവരവിൽ വിശ്വസിക്കുന്ന പല ക്രിസ്ത്യാനികളുമുണ്ട്. എന്നാൽ അത് തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ വിശ്വാസം നിഷ്ക്രിയമാണ്, പ്രതീക്ഷാനിർഭരമല്ല. അവരുടെ പ്രാർത്ഥനകൾ ആഴമില്ലാത്തതാണ്, തീക്ഷ്ണമല്ല. അവരുടെ ബോധ്യങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് വിധേയമാണ്. ക്രിസ്തു മടങ്ങിവരുമ്പോൾ അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടാകുമെന്നും അപ്പോൾ അറിയാമെന്നും അവർ കരുതുന്നു. എന്നാൽ ആത്മീയ അന്ധത എപ്പോഴും തുടങ്ങുന്നത് നിശബ്ദമായ വിട്ടുവീഴ്ചകളിലൂടെയാണ്. എവിടെ ഗൗരവമില്ലയോ അവിടെ ഒരുക്കവുമില്ല. ജാഗ്രതയോടെ ഇരിക്കുന്നവരെ രഹസ്യവരവ് അമ്പരപ്പിക്കില്ല. എന്നാൽ അലസരായിരിക്കുന്നവരെ അത് തകർത്തുകളയും. ദൈവം ഇപ്പോൾ തന്റെ ജനത്തെ വേർപെടുത്തുകയാണ്, ഭൂമിശാസ്ത്രപരമായല്ല, മറിച്ച് ആത്മീയമായി. ഇപ്പോഴും പള്ളിയിൽ പോകുന്ന വിശ്വാസികളുണ്ട്, എന്നാൽ അവരുടെ ഹൃദയങ്ങൾ ലോകത്തിൽ ആഴ്ന്നുകിടക്കുന്നു. മറ്റു ചിലർ ഒരുപക്ഷെ ലോകത്തിന് അജ്ഞാതരായിരിക്കാം, എങ്കിലും അവരുടെ ആത്മാക്കൾ സജീവമാണ്. അവർ ഉണർന്നിരിക്കുന്നവരും ഒരുക്കമുള്ളവരുമാണ്. തങ്ങളുടെ വിളക്കുകളിൽ എണ്ണയുള്ളവരെയാണ് ദൈവം അടയാളപ്പെടുത്തുന്നത്. കാത്തിരിക്കുന്നു എന്ന് വെറുതെ അവകാശപ്പെടുന്നവരെയല്ല. വയലിൽ 2 പേർ ഇരിക്കുമെന്നും ഒരാളെ എടുക്കുമെന്നും മറ്റൊരാളെ ഉപേക്ഷിക്കുമെന്നും യേശു മുന്നറിയിപ്പ് നൽകി. 2 പേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാളെ എടുക്കും, മറ്റൊരാളെ ഉപേക്ഷിക്കും. നാം പലപ്പോഴും ഇതിനെ ശാരീരികമായ അപ്രത്യക്ഷമാകലായി മാത്രമാണ് സങ്കല്പിക്കാറുള്ളത്. എന്നാൽ ആ നിമിഷം വരുന്നതിനു വളരെ മുൻപേ ഈ വ്യക്തികൾ ആത്മീയമായി വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്നു എന്നതാണ് ആഴമേറിയ സത്യം. അവർ ഒരേ സാഹചര്യത്തിൽ ജീവിച്ചുവെങ്കിലും ലക്ഷ്യങ്ങളിൽ അവർ അകലെയായിരുന്നു. അവർ ഒരേ അന്തരീക്ഷം പങ്കിട്ടു, എന്നാൽ ദൈവത്തോടുള്ള ഭക്തിയിൽ അവർ ഒന്നായിരുന്നില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ വേർപിരിയൽ വളരെ സൂക്ഷ്മമാണ്, എന്നാൽ നിഷേധിക്കാനാവാത്തതുമാണ്. ലൗകിക അനുഗ്രഹം വാരിവിതറി വിശുദ്ധിയെ ഒഴിവാക്കുന്ന പ്രഭാഷണങ്ങളിൽ നിങ്ങൾക്കത് കാണാം. വെറും വിനോദമായി മാറുന്നതും എന്നാൽ പാപബോധം നൽകാത്തതുമായ ശുശ്രൂഷകളിൽ നിങ്ങൾക്കത് കാണാം. ആത്മാവിനെ പട്ടിണിക്കിടുമ്പോൾ ജഡത്തെ സുഖിപ്പിക്കുന്ന പ്രസംഗങ്ങളിൽ നിങ്ങൾക്കത് കേൾക്കാം. ക്രിസ്ത്യാനികളെന്ന് സ്വയം വിളിക്കുന്ന പലരും അലസതയിലേക്ക് വഴുതി വീഴുകയാണ്. മണവാളൻ അടുത്തു വരുന്നുവെന്നും തങ്ങളുടെ വിളക്കുകൾ ഏകദേശം ശൂന്യമാണെന്നും അവർ അറിയുന്നില്ല. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരെ രഹസ്യവരവ് ഞെട്ടിക്കില്ല. അവരുടെ ആത്മാവിൽ ഇതിനകം തോന്നിയിരുന്ന കാര്യത്തെ അത് സ്ഥിരീകരിക്കുകയുള്ളൂ. വിശ്വാസികളുടെ ശാരീരികമായ അപ്രത്യക്ഷമാകൽ പെട്ടെന്നായിരിക്കും, എന്നാൽ ആത്മീയ വേർപിരിയൽ ക്രമാനുഗതമാണ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ശുദ്ധീകരണ കാലഘട്ടത്തെ അവഗണിക്കുന്നവർ ആ നിമിഷം പൂർണ്ണമായും നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്.